കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. കോളേജിലേക്ക് എത്തിയ വാഹനങ്ങൾ വിദ്യാർത്ഥികൾ തടഞ്ഞു. വിദ്യാർത്ഥിയുടെ ആത്മഹത്യയെ തുടർന്നാണ് സമരം വീണ്ടും തുടങ്ങിയത്. കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം വർഷ BTech വിദ്യാർത്ഥി അരുണാചൽ പ്രദേശ് സ്വദേശിയായ മിച്ചി മർപ്പുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് കോളേജ് മാനേജ്മെന്റിന്റെ തെറ്റായ നടപടികൾ മൂലമാണെന്നാരോപിച്ചുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇന്നും തുടർന്നു. കോളേജിലേക്കുള്ള വാഹനങ്ങൾ കവാടത്തിൽ തടഞ്ഞാണ് വിദ്യാർത്ഥികളായ സമരക്കാർ പ്രതിഷേധിച്ചത്. ഇതിനിടെ കോളേജ് സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസുമായി വന്ന വാഹനം വിദ്യാർത്ഥികൾ തടഞ്ഞത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പോലീസിന്റെ സഹായത്തോടെ വാഹനമില്ലാതെയാണ് ഒടുവിൽ സെക്രട്ടറിക്ക് അകത്ത് പ്രവേശിക്കാനായത്. നഷ്ടപരിഹാരത്തെക്കുറിച്ച് പരാമർശമില്ല. സമരം ചെയ്ത കുട്ടികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കില്ലെന്ന് ഉറപ്പ് നൽകിയിട്ടില്ല. മരണത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണം. സർക്കുലർ ഔദ്യോഗികമായി കുട്ടികൾക്ക് കൈമാറിയിട്ടില്ല. ഇത്രയുമാണ് കുട്ടികൾ ഉന്നയിക്കുന്നത്. മാനേജ്മെന്റ് വന്ന് ഈ കാര്യം ചെയ്യണവരെ, ഈ മിസ്റ്റേക്കിന് അവർ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കണവരെ ഈ സമരം പിന്നോട്ട് പോവില്ല. അതിനാണ് ഞങ്ങൾക്ക് വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള സമരം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് കരുതുന്നുണ്ട്. വാഹനങ്ങൾ തടഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇത്രയും പ്രശ്നം നടന്നിട്ട് ഇവർ പറയുന്നത് ടീച്ചേഴ്സ് കടന്നു പോട്ടെ എന്നാണ്. ടീച്ചേഴ്സും മാനേജ്മെന്റും എല്ലാവരും കാരണമാണ് ഈ സംഭവം ഇവിടെ നടന്നിട്ടുള്ളത്. അതിതുവരെ ഇവർ മനസ്സിലാക്കുന്നില്ല, അത് ഇവർ ഏറ്റെടുക്കണില്ല, അതൊന്നും ഇതുവരെ അവർ പറയണില്ല. അപ്പം അതിനെതിരെയാണ് ഇത്തരത്തിലൊരു സമരം ചെയ്യുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ കോളേജിലേക്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.